പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേകം രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ ലോകസുഖങ്ങളും സ്വന്തം ജീവനെ തന്നെയും സന്തോഷപൂർവ്വം ത്യജിക്കുവാനും ഔർണ്യമായ പീഡകൾ സഹിക്കുവാനും അവസാന രക്തസാക്ഷിയായി മരിക്കുവാനും വിശുദ്ധ സെബസ്ത്യാനോസിനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിനെതിരെ ഉണ്ടാകുന്ന സകലവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെറുക്കുവാനും വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുവാനും വിശുദ്ധന്റെ മാതൃക അനുകരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഗോതമ്പ് മണി നിലത്ത് വീണഴിയാത്ത പക്ഷം അതു ഫലം പുറപ്പെടുകയില്ല എന്ന് കൽപ്പിച്ചരുളിയ കർത്താവേ, ത്യാഗപൂർണമായി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസ് അനുകരിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകല കഴിവോടും കൂടെ അങ്ങേ സ്നേഹിക്കുവാനും മുറിവുകൾ വയ്ക്കാതെ യുദ്ധം ചെയ്യുവാനും വിശ്രമം അന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം മോഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും സന്തോഷപൂർവം അങ്ങേക്കായി വ്യയം ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും പകർച്ചവ്യാധികളാൽ പീഡിപ്പിക്കുകയും ചെയ്ത റോമാ നഗരിലെ നിവാസികൾക്ക് അത്ഭുതകരമായ ശരീര സൗഖ്യവും ആത്മീയമായ സൗഭാഗ്യവും നൽകുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഉപകരണമാക്കിയ കർത്താവേ, ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ. പാപങ്ങളുടെ പരിഹാരത്തിനും നരാജ്ഞങ്ങളുടെ രക്ഷയ്ക്കുമായി അനുദിന ക്ലേശങ്ങളെ കാഴ്ചവെക്കാനുള്ള അനുഗ്രഹം
ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിശ്വംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 17 മുതൽ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി
ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർണീയമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധൻ്റെ മാതൃക പിഞ്ചെന്ന് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നതിനും എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പകർച്ചവ്യാധികളിൽ നിന്ന് അത്ഭുതകരമായി നിത്യനഗരത്തെ രക്ഷിച്ച വിശുദ്ധൻ്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളാലും ആത്മീയ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാഥനു സമ്മോദം. നിറച്ച പാവന തീരാത്മാ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാത പുണർന്നവനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ആനന്ദത്തിനുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ. നിത്യകിരീടമണിഞ്ഞവനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിനീതനായ വിശുദ്ധാത്മാ, വിരിഞ്ഞു പൊന്നിയ വിൺമലരെ, നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ, വിനയത്തിൻ തിരുമാതൃകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ഉലകിൻ മോഹന ദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ. മലയിലുയർന്നൊരു നഗരം നീ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദൈവവുമാ, ആഞ്ഞു കിരീടമണിഞ്ഞവനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സ്വർഗതലത്തു മഹോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവനെ, ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേഷമേ നാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേശമേ
ദൈവത്തിനേശമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ. കർത്താവേ നരകുലപാലകനേ ഞങ്ങളടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴിയായി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അവിടത്തേക്ക് നമുക്ക് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വളരെയേറെ നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുക. ആ വിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നും നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ല എന്നും കൽപ്പിച്ചരുളിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം ശ്രവിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ. സകലവിധ ശത്രുജീവികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷിച്ചു പരിപാലിക്കണമേ. അങ്ങേ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബലി ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. സ്ലീഹന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാനും അവസാനം വിശുദ്ധന്മാരോടും രക്തസാക്ഷികളോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ ത്രിത്വൈക ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിൻ വത്സലൻ പരിശുദ്ധനാകും സെബസ്ത്യാനോസേ വന്ദനം.
ദൈവത്തിൻ വത്സലൻ പരിശുദ്ധനാകും സെബസ്ത്യാനോസേ വന്ദനം. നിൻ നാമം വാഴ്ത്തിടുന്നു